ഹായ് ഫ്രണ്ട്സ്, ട്രിപ്പിൾ ആൻഡ് ഹോം മെയ്ഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാട്ടോ, ഒരു ½ kg. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതും ഉരുളിക്കകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി 2 മുട്ട, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പാല്, പിന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിപ്പൊടി ഒരു 4 തവണ അരിച്ചെടുക്കണം. ഞാനൊരു 6 ഇഞ്ചിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഉരുളി പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടൊരു പാത്രം വെക്കണം അതിൻ്റെ മുകളിൽ. അപ്പം ആവിയൊന്നും പുറത്ത് പോകാതെ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള എന്തെങ്കിലും ആ പാത്രത്തിൻ്റെ മുകളിലും വെച്ചിരിക്കണം. ഇത് വെച്ച് കഴിഞ്ഞ് നമ്മുടെ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കണം. ഒരു 25 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെന്തോന്ന് നോക്കണം. പാത്രത്തിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിടിയിച്ചിട്ട് ചൂടോടെ തന്നെ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ അടിയിലിരിക്കുന്ന ബട്ടർ പേപ്പർ ചൂടോടെ തന്നെ അത് മാറ്റണം, ഇല്ലെങ്കിൽ അത് ഇളകി വരാൻ ഭയങ്കര താമസമായിരിക്കും. നല്ല സോഫ്റ്റാണ് കേക്ക്, പഞ്ഞി പോലെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് സോഫ്റ്റാണ്. നമുക്കപ്പോൾ ഇത് രണ്ടായിട്ട് ഇനി ഇത് മുറിച്ചിട്ടാണ് നമ്മളിതിന് ഐസിങ് ചെയ്യുന്നത്. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇതപ്പോൾ അധികമൊന്നും പറ്റിപ്പോണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തണുത്തതിന് ശേഷം ഇത് സ്പോഞ്ചിൽ നന്നായിട്ട് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കണം. ഐസിങ്ങിന് വേണ്ടി ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഐസിങ് ബാഗ് കൊണ്ടാണ് എല്ലായിടത്തും ക്രീം ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലായിടത്തും ഒരേ ലെവലിന് ക്രീം കറക്റ്റ് ലെവലിന് നിൽക്കും. നമുക്കപ്പം ചെയ്യാനും ഒരേ ലെവല് കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ പേരെഴുതാൻ വേണ്ടി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തായിരുന്നു, അതും തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് അതും തൂവി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇത് വെച്ച് മുകളിൽ ക്രീമും അതുപോലെ ഒരു ഐസിങ് ബാങ്കിലിട്ട് ചെയ്യുക. ഇതിന് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ബ്ലൂ കളർ ചേർത്തതാണ്. അപ്പോൾ നേരത്തെ ചേർത്തത് ഇരുന്നത് ഞാൻ ഇതിന് വേണ്ടി ഡിസൈന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ എല്ലാ വീഡിയോയും കൂടി കാണിച്ചാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും, അതുകൊണ്ടാണ് ചുരുക്കി കാണിക്കുന്നത്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു.